ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ നടത്തറ റൂട്ടിലാണ്. അതായത് ആ നടത്തറ NH നിന്ന് വെറും 2.5 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ട് ഉള്ളത്. 400 സെൻറ്റ് സ്ഥലത്ത് 4,100 സെൻറ്റ് സ്ഥലത്ത് 1,800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. അതുപോലെ വീടിൻ്റെ മുൻവശത്ത് 5.5 മീറ്റർ വീതി കൂടിയ റോഡാണ്. നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലും, ഇപ്പുറത്തെ സൈഡിലും നല്ല വീതി കൂടിയ ടാറിംഗ് റോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊക്കെ ധാരാളം വീടുകളുള്ള ഒരു സൂപ്പർ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. ധാരാളം വീടുകളുള്ള, എല്ലാം ഇരുനില വീടുകളുള്ള, ധാരാളം വീടുകളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണിത്. അതുപോലെ വീടിൻ്റെ മുൻവശത്ത് വീതി കൂടിയ നീളത്തിലുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത്, നമുക്ക് കാണാം. അതുപോലെ ധാരാളം ടെക്സ്ചർ വർക്കുകളും കളർ പെയിൻറ്റിങ്ങും വാംലൈറ്റുകളും നല്ല മനോഹരമായ രീതിയിലാണ് ഈ വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ മറ്റേ പോർച്ച് ടൈലെല്ലാം വിരിച്ച് ആർട്ടിഫിഷ്യൽ ഗ്ലാസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വലിയൊരു വാഹനം നമുക്ക് ഈ വീടിൻ്റെ ഈ ഭാഗത്തും അതുപോലെ ചെറിയൊരു വാഹനങ്ങൾ നമുക്ക് വീടിൻ്റെ ഈ ഭാഗത്തുമായിട്ടും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. നല്ലൊരു വളരെ മനോഹരമായ രീതിയിലുള്ള ഒരു ടെക്സ്ചർ വർക്കുകളാണ് ഈ വാൾ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ധാരാളം LED ബൾബുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കളർ പെയിൻറ്റിങ്ങും ഗ്രാനൈറ്റ് ആണ് ഓപ്പൺ സിറ്റ് ഔട്ടിൻ്റെ ബോർഡർ സ്റ്റെപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വീതി കൂടിയ ടൈല് തന്നെയാണ് സിറ്റ് ഔട്ടിൽ കൊടുത്തിരിക്കുന്നത്. വീതി കൂടിയ 2 ഡബിൾ പാളി ഡോറും ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മാർബിൾ ഡിസൈൻ ലുക്കിലുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2x4 സൈസാണ് അളവായിട്ട് ടൈലിൻ്റെ അളവ്. അപ്പോൾ ഹോൾ സീലിംഗ് വർക്ക് നല്ല കളർ പെയിൻറ്റിങ്ങും അതുപോലെ ഈ റിമോട്ട് കൺട്രോൾ ഫാനൊക്കെ ആയിട്ടുള്ള ആണ് ഇവിടെ മുകൾ വശത്ത് ലിവിംഗ് ഹാളിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ വാംലൈറ്റുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ ഒരു TV യൂണിറ്റ്, മൾട്ടിവുഡിലാണ് ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ചുമരിലൊക്കെ ടെക്സ്റ്റ് വർക്കുകൾ കാണാം. അതുപോലെ ഫസ്റ്റത്തെ ബെഡ്റൂം ലിവിംഗ് ഹാളിൻ്റെ ഒരു സൈഡിൽ കൂടെ കൊടുത്തിരിക്കുന്നു. അതേ യൂണിഫോമിലുള്ള ടൈൽ തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. വീതി കൂടിയ ടൈൽ തന്നെയാണ്. അതുപോലെ ധാരാളം വെളിച്ചം കിട്ടാവുന്ന രീതിയിലാണ് വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ റിമോട്ട് കൺട്രോൾ ഫാനും ഈ ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല തരം കമ്പനിയുടെ ഗ്യാരണ്ടിയുള്ള മെറ്റീരിയലാണ് ഇവിടെ ബാത്റൂം ഫിറ്റിംഗ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആ സ്റ്റെയറിന് അടിഭാഗത്തുള്ള ഫസ്റ്റത്തെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഡബിൾ കളർ ഷെയ്ഡോട് കൂടി ഒരു അലമാരി വർക്ക് കൂടെ മിററോട് കൂടി കൊടുത്തിരിക്കുന്നു. അതുപോലെ ലിവിംഗ് ഹാളിൽ നിന്ന് ഒരു മൾട്ടിവുഡിലുള്ള LED ബൾബൊക്കെ അടക്കമുള്ള ഒരു ആർച്ചോട് കൂടിയാണ് നമ്മൾ ഇവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 6 പേരെ ചെയറൊക്കെ ഈസി ആയിട്ട് ഇരിക്കാവുന്ന തരത്തിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഹോൾ സീലിംഗ് വർക്ക് നല്ല ഒരു വെറൈറ്റി ഡിസൈനിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല കളർ പെയിൻറ്റിങ്ങും ഫാനും റിമോട്ട് കൺട്രോൾ ഫാനോട് കൂടിയിട്ട്. വാഷ് ഏരിയ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്ചർ വർക്കും അതുപോലെ മിററോട് കൂടിയിട്ടുള്ള കബോർഡ് കൂടിയിട്ടുള്ള ഒരു വാഷ് ഏരിയയാണ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം. ഒരു 12 സൈസാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും മുൻവശത്ത് കൺസീൽഡ് ആയിട്ടാണ് LED ബൾബ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു റിമോട്ട് കൺട്രോൾ ഫാനും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മിററോട് കൂടിയുള്ള ഒരു അലമാരി വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സൈഡിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം. എല്ലാ ബാത്റൂമിലും വെറൈറ്റി ടൈല് തന്നെയാണ് വാൾ ടൈലിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സോളാറിൻ്റെ സിസ്റ്റത്തിനുള്ള പൈപ്പ് മുകൾ വശത്തായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നമുക്കത് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ.
ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിക്കുന്നു. അതേ മാച്ചിങ്ങിലാണ് തന്നെയാണ് ഇവിടെ ടൈല് കൊടുത്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഇവിടെ കിച്ചൻ്റെ അടിഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം, ധാരാളം കബോർഡ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിലും ഒരു ഫാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വീതി കൂടിയ ഗ്രാനൈറ്റ് തന്നെയാണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ മിക്സി, ഓവൻ, ഫ്രിഡ്ജ് എല്ലാത്തിനും സെപ്പറേറ്റ് പോയിന്റ് ഇവിടെ കിച്ചണിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൽ ചുറ്റും ടൈല്, വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. ചുമരിൽ സൈഡിലെല്ലാം വാൾ ടൈല് കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് പുറത്തേക്ക്, അതായത് വർക്ക് ഏരിയയിലേക്ക് കിടക്കുന്നതാണ്. സേഫ്റ്റി ഗേറ്റിലും സേഫ്റ്റി ഡോറെല്ലാം ഇവിടെ കൊടുത്തിരിക്കുന്നു. ഒരു സെക്കൻഡ് കിച്ചൺ എന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ പുറത്തേക്ക് കിടക്കുന്ന ഭാഗം. ഒരു സൈഡിലേക്ക് എല്ലാം ഇവിടെ ടൈല് വിരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ബേബി മെറ്റലാണ് കൊടുത്തിരിക്കുന്നത്. എന്തെങ്കിലും നടാനൊക്കെ ഉണ്ടെങ്കിൽ ബേബി മെറ്റൽ മാറ്റി നമുക്ക് തൈകളൊക്കെ വെക്കാവുന്നുള്ളൂ. വാഷ് ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്, വാഷ് ബേസിനായിട്ട് പുറത്ത്. വെള്ളത്തിനായിട്ട് ഓപ്പൺ കിണറാണ് കേട്ടോ. അതിവിടെ എല്ലാ വീടുകളിലും ഓപ്പൺ കിണർ തന്നെയാണ്. ധാരാളം വെള്ളം കിട്ടുന്ന ഒരു ഏരിയ. എത്ര വലിയ പ്രളയത്തിലും ഇവിടെ വെള്ളം കയറിയിട്ടില്ല. അതുപോലെ എത്ര വലിയ വേനൽക്കാലം വന്നാൽ വെള്ളം വറ്റൂല. അങ്ങനത്തെ നല്ലൊരു സൂപ്പർ ഏരിയ ആണ്. അപ്പോൾ നടത്തുന്ന സിഗ്നലിൽ അവിടെ നിന്ന് വെറും 2.5 കിലോമീറ്റർ ഒക്കെയാണ് ഈ വീട്ടിലേക്കായിട്ടുള്ളത്. അതുപോലെ ഉച്ചയ്ക്ക് ഭാര്യ വിദ്യാഭ്യാസ സ്കൂളൊക്കെ തൊട്ടടുത്തായിട്ടുണ്ട്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ, ഹോസ്പിറ്റലുകൾ, എല്ലാ സൗകര്യങ്ങളും ഇവിടെ അടുത്തായിട്ട് തന്നെയുണ്ട്. 400 സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമായിട്ടാണ് ഈ പുതിയ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ എണ്ണച്ചിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം. ഈ 1800 സ്ക്വയർ ഫീറ്റിലെ 4 ബെഡ്റൂമിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില നമുക്ക് കുറച്ച് ചോദിക്കാവുന്നേ ഉള്ളൂ. നല്ല രീതിയിൽ തന്നെ നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതാണ്. മുകൾ വശത്തെ ഹാള് ഒരു എൽ ഷേപ്പിലാണ് ഇവിടെ മുകൾ വശത്തെ ഹാള് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മുകൾ വശത്തും ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. മുകൾ വശത്തും നമുക്ക് ഒരു TV യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് കാണാം. ഇവിടെ നല്ലൊരു വെറൈറ്റി കളറോട് കൂടിയാണ് ഇവിടെ മുകൾ വശത്ത് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഫാനോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. കയറി വരുന്ന ഭാഗത്ത് ഹാങ്ങിങ് ബൾബ് നമുക്ക് കാണാം. പർഗോളയിൽ അവിടെ LED ബൾബൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ വശത്തെ ബെഡ്റൂം ഒരു 14-12 സൈസാണ് ഇവിടെ ബെഡ്റൂമിൻ്റെ അളവായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം. വെറൈറ്റി ഡിസൈനായിട്ടുള്ള ടൈൽസ് തന്നെയാണ്, അതും അപ്പോക്സോട് കൂടി എല്ലാ ബാത്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ അലമാരി വർക്കും അതല്ല, എല്ലാം വ്യത്യസ്തമായ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മിററോട് കൂടി തന്നെയാണ് എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുള്ളത്. നാലാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിന് 12 അളവായിട്ട് കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും ഡൈനിങ്ങിലും ലിവിങ്ങിലും കിച്ചണിലും അടക്കം വരെ ഇവിടെ ഫാനുകളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു വീതി കൂടിയ നല്ല ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കൺസീൽഡ് ആയിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. പുറമേ നിന്ന് ആ ഡോറുകൾ കാണുന്നില്ല. ഉള്ളിലും സെപ്പറേറ്റ് ബാത്റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുണ്ട്. ഹീറ്ററിനുള്ള പോയിന്റൊക്കെ എല്ലാ ബാത്റൂമിലും സെപ്പറേറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. നാലൂറ് സെൻറ്റ് സ്ഥലത്ത് 1800 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. മുകൾ വശത്തെ ബാൽക്കണിയാണ്. 3-4 പേർക്കൊക്കെ ഈസി ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് ഇവിടെ മുകൾ വശത്ത് ഉണ്ട്. ഇവിടെയും ഒരു ഫാന് കൊടുത്തിട്ടുണ്ട്. ധാരാളം വീടുകളുള്ള, അതും എല്ലാം 2 നില വീടുകളാണ്, ഒക്കെ 2 നില വീടുകളാണ്. കുറേ വീടുകളിലെ ആൾക്കാർ ഓൾറെഡി താമസിക്കുന്ന ഒരു വില്ലാസ് തന്നെയാണിത്. ഇതിന് ഉടമ ഉദ്ദേശിക്കുന്ന വില 65 ലക്ഷം രൂപയാണ്. വില നമുക്ക് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ചെയ്ത് ചോദിക്കാവുന്നേ ഉള്ളൂ.
ഓപ്പണർസാണ്, പുറകുവശത്തുള്ള ഓപ്പണർസ്. ഒരു സൈഡിൽ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ പോയിനൊക്കെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ബാക്കിലും ഇത് വ്യൂസാണ് കാണുന്നത്. മുകളിലേക്ക് ഏറ്റവും ടോപ്പിലേക്ക് കയറാനുള്ള സ്റ്റയർ ഒരു സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസിൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോൻ്റെ വീഡിയോസുമായി വരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.